വമ്പൻ വിജയം. 103 സീറ്റുകളിൽ UDF വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്ന MS ലിഷോയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലിഷോയ് 2 സീറ്റുകൾ മണലൂർ അതുപോലെ തന്നെ ഗുരുവായൂർ ഫോട്ടോ ഫിനിഷിലേക്ക് പോവാണ്. നമുക്കിതാ ഇപ്പോ സമയം 3 മണി കഴിഞ്ഞു. ഒരു തീരുമാനം പറയുമോ 2 സീറ്റുകളിലെയും? അതുപോലെ തന്നെ ഗുരുവായൂർ രണ്ടിടത്തും ഉദ്വേഗം മത്സരം തന്നെയാണ് നടക്കുന്നത്. 12 ബൂത്തുകളാണ് ഇനി മണലൂർ മണ്ഡലത്തിൽ എണ്ണാനുള്ളത്. 678 വോട്ടുകൾക്ക് ഇപ്പോൾ നിലവിൽ LDF സ്ഥാനാർത്ഥിയായി C രവീന്ദ്രനാഥ് മണലൂരിൽ മുൻപിലാണ്. പക്ഷേ ഇനിയിപ്പോൾ എണ്ണാനുള്ളത് അരിമ്പൂർ പഞ്ചായത്തിലെ 12 ബൂത്തുകളാണ്. അരിമ്പൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ LDFന്റെയും UDFന്റെയും സമാസമമായ ഒരു കാര്യമാണ്. അതായത് രണ്ട് കക്ഷികൾക്കും സമാസമം സീറ്റാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരിലും NK അക്ബറും അതുപോലെ തന്നെ ഈ CH റഷീദും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. CH റഷീദും LDF UDFും ബലാബലം തന്നെയാണ് ഗുരുവായൂരിലും. ഗുരുവായൂരിൽ ഇപ്പോൾ നേരത്തെ CH റഷീദായിരുന്നു മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ NK അക്ബർ 1403 വോട്ടുകൾക്ക് മുൻപിലാണ്. പക്ഷേ ഇനി എണ്ണാനുള്ളത് UDFിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ കടപ്പുറം പഞ്ചായത്തും ഒരുമന്നൂർ പഞ്ചായത്തും അതുപോലെ തന്നെ അതിനുശേഷം LDFന് സ്വാധീനമുള്ള ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് എന്നിങ്ങനെ 3 ഇടങ്ങളാണ് ഇനിയിപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള 1403 LDFിന്റെ ലീഡ് മറികടക്കാനായി UDFന് ഈ 2 പഞ്ചായത്തുകളിൽ നിന്ന് കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതേസമയം തന്നെ ഏങ്ങണ്ടിയൂരിൽ വലിയ വോട്ട് വർദ്ധിപ്പിച്ച് വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് LDFിന്റെ ഒരു പ്രതീക്ഷ. അതേസമയം ജില്ലയിലെ മറ്റിടങ്ങളിൽ